ഹായ്, വെൽക്കം ടു എ ന്യൂ കെമിസ്ട്രി ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റഫറൻസ് ഇലക്ട്രോഡ്സ് ആണ്. അതിൽ ആദ്യത്തെ ഹൈഡ്രജൻ ഇലക്ട്രോഡാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് റഫറൻസ് ഇലക്ട്രോഡ്? റഫറൻസ് ഇലക്ട്രോഡ് ഈസ് ആൻ ഇലക്ട്രോഡ് വിച്ച് ഹാസ് എ സ്റ്റേബിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വിത്ത് വിച്ച് വി ക്യാൻ കമ്പയർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് അതർ ഇലക്ട്രോഡ്സ്. അപ്പോൾ റഫറൻസ് ഇലക്ട്രോഡുകൾക്ക് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കും. അപ്പൊ മറ്റ് ഇലക്ട്രോഡുകളുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് നമുക്ക് ഈ ഇലക്ട്രോഡുകളെ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, ഇപ്പൊ സിങ്ക് ഇലക്ട്രോഡ് ഉണ്ട്. സിങ്ക് റോഡ്, സിങ്കിന്റെ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ, സിങ്ക് സൾഫേറ്റ് പോലുള്ള ഏതെങ്കിലും ഒരു സിങ്കിന്റെ ഇലക്ട്രോലൈറ്റിൽ ഡിപ്പ് ചെയ്ത് വെച്ച് നമ്മളൊരു ഇലക്ട്രോഡ് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഈ ഒരു സിംഗിൾ ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് നമുക്ക് അറിയണം. നമ്മൾ സാധാരണ ഈ ഒരു സെല്ല് മറ്റൊരു സെല്ലുമായിട്ട് കണക്ട് ചെയ്യുക ചെയ്യുന്നത്, അല്ലെ? ഇപ്പൊ കോപ്പർ ആണെങ്കിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, അങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അറിയാൻ പറ്റും. പക്ഷേ ഈ ഒരു സിംഗിൾ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, കാരണം എന്താ, ഇത് തന്നെ സെറ്റ് ചെയ്ത് നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇതിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഒറ്റയ്ക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ സിംഗിൾ ഇലക്ട്രോഡ് നമുക്ക് എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ട്, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് മറ്റേതെങ്കിലും ഇലക്ട്രോഡുമായിട്ട് കമ്പൈൻ ചെയ്യണം. അങ്ങനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോഡുകളാണ് നമ്മുടെ റഫറൻസ് ഇലക്ട്രോഡുകൾ. ഇപ്പൊ റഫറൻസ് ഇലക്ട്രോഡുകൾ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കും. അപ്പൊ അത് നമ്മൾ ഏതെങ്കിലും ഒരു നമ്മുടെ അൺനോൺ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു സിസ്റ്റമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് നമ്മൾ ഏതാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഈ റഫറൻസ് ഇലക്ട്രോഡുകൾ രണ്ട് ടൈപ്പ് ഉണ്ട്. പ്രൈമറി റഫറൻസ് ഇലക്ട്രോഡും സെക്കൻഡറി റഫറൻസ് ഇലക്ട്രോഡും. അതിൽ പ്രൈമറി റഫറൻസ് ഇലക്ട്രോഡ് എന്താണ്? ഇലക്ട്രോഡ്സ് ഹൂസ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈസ് ടേക്കൺ ആസ് 0 അറ്റ് ഓൾ ടെമ്പറേച്ചർ. എല്ലാ ടെമ്പറേച്ചറിലും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0 ആയിട്ട് എടുക്കുന്ന ആ ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ്സ് ആണ് പ്രൈമറി റഫറൻസ് ഇലക്ട്രോഡ്. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ SHE അഥവാ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. അതാണ് നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ. ഇപ്പൊ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഒരു ഗ്യാസ് ഇലക്ട്രോഡ് ആണ്. പ്രൈമറി റഫറൻസ് ഇലക്ട്രോഡ് ആയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇതിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0 ആണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് പ്രൈമറി റഫറൻസ് ഇലക്ട്രോഡ് ആണ്. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0 ആണ്. അപ്പോൾ അതിന്റെ സെറ്റപ്പ് എങ്ങനെയാണ്? ഒരു സ്മോൾ പ്ലാറ്റിനം പ്ലേറ്റ് കോട്ടഡ് വിത്ത് പ്ലാറ്റിനം ബ്ലാക്ക് ഈസ് കണക്റ്റഡ് ടു പ്ലാറ്റിനം വയർ വിച്ച് ഈസ് സീൽഡ് ഇൻ എ ഗ്ലാസ് ജാക്കറ്റ്. സ്മോൾ പ്ലാറ്റിനം പ്ലേറ്റ് കോട്ടഡ് വിത്ത് പ്ലാറ്റിനം ബ്ലാക്ക്. ഒരു പ്ലാറ്റിനം പ്ലേറ്റ് ഉണ്ട്, അതിൽ പ്ലാറ്റിനം ബ്ലാക്ക് കോട്ട് ചെയ്തിരിക്കുന്നു. അതൊരു ഗ്ലാസ് ജാക്കറ്റിലാണ് വെച്ചിരിക്കുന്നത്. ഗ്ലാസ് ജാക്കറ്റിന് ഒരു ഇൻലെറ്റ് ഉണ്ട്, അതിലൂടെ നമ്മൾ ഹൈഡ്രജൻ ഗ്യാസ് കടത്തിവിടുന്നു. നമ്പർ ഓഫ് ഹോൾസ് അറ്റ് ബോട്ടം ഫോർ എസ്കേപ്പ് ഓഫ് ഹൈഡ്രജൻ ഗ്യാസ്. ഹൈഡ്രജൻ ഗ്യാസിന് ഒരു ഇൻലെറ്റും ഉണ്ട്, ദെൻ ബോട്ടത്തിൽ അത് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള സ്മോൾ ഹോൾസും ഉണ്ട്. ദെൻ 1 മോളാർ HCl സൊല്യൂഷനിൽ 298 കെൽവിനിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. അപ്പൊ എന്താ ഉള്ളത്? ഒരു ഗ്ലാസിനകത്ത് നമ്മുടെ പ്ലാറ്റിനം കോട്ടഡ് ആയിട്ടുള്ള പ്ലാറ്റിനം വയർ ഉണ്ട്. ഇത് ദെൻ എന്താ ഉള്ളത്? ഹൈഡ്രജൻ ഇൻലെറ്റ് ഉണ്ട്, ഹൈഡ്രജൻ ഗ്യാസിനകത്തേക്ക് കയറാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ പ്ലാറ്റിനം ഫോയിൽ ഉണ്ട്. ദെൻ ഈ ഒരു ഇലക്ട്രോലൈറ്റ് ഏതാണ്? നമ്മുടെ HClന്റെ 1 മോളാർ സൊല്യൂഷൻ ആണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ ഒരു സെറ്റപ്പ്. അപ്പൊ ഈ ഇലക്ട്രോഡില് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എത്രയാണെന്നാണ് പറഞ്ഞത്? 0 ആണ്, അല്ലേ? അപ്പോൾ SHE ഒരു റിവേഴ്സിബിൾ ഇലക്ട്രോഡ് ആണ്. SHEക്ക് ഒന്നെങ്കിൽ ആനോഡായിട്ടോ കാഥോഡായിട്ടോ വർക്ക് ചെയ്യാൻ പറ്റും. പൊട്ടൻഷ്യൽ ഓഫ് ഇലക്ട്രോഡ് ടു വിച്ച് ഇറ്റ് ഈസ് കപ്പിൾഡ്. ഇപ്പോ SHE ആനോഡായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ, അതായത് സിമ്പിൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡും നമ്മുടെ കണക്ട് ചെയ്യുന്ന ഇലക്ട്രോഡും വെച്ച് നോക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ചിലപ്പോൾ ആനോഡായിട്ട് പ്രവർത്തിക്കാം, അല്ലെങ്കിൽ കാഥോഡായിട്ട് പ്രവർത്തിക്കാം. എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഏത് ഇലക്ട്രോഡുമായിട്ടാണ് കപ്പിൾ ചെയ്തിരിക്കുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഇനി ആനോഡായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ എങ്ങനെ ഇരിക്കും? അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. PT പ്ലാറ്റിനം മെറ്റൽ ഉണ്ട്, ദെൻ ഹൈഡ്രജൻ ഗ്യാസ്, ദെൻ H2 H+ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി ഹൈഡ്രജൻ നമ്മുടെ ഇലക്ട്രോഡ് കാഥോഡായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഇത് നേരെ തിരിഞ്ഞു വരും, അല്ലെ? H+ 1 മോളാർ ലെഫ്റ്റിൽ വരും, ദെൻ H2 PT ഈ രീതിയിലാണ് വരുന്നത്. ഇപ്പൊ H+ റൈറ്റിൽ വന്നാൽ അത് ആനോഡിന്റെ റിയാക്ഷൻ ആയിരിക്കും, അതായത് ഓക്സിഡേഷൻ ആണല്ലോ നടക്കുന്നത്. അപ്പൊ ഹൈഡ്രജൻ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താണ് H+ ആവുന്നത്. ഇനി കാഥോഡിലാണെങ്കിൽ റിഡക്ഷൻ ആണ്, അപ്പൊ H+ ഇലക്ട്രോണിനെ സ്വീകരിച്ച് H2 ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ റിഡക്ഷൻ നടക്കുന്ന എപ്പോഴും അയോൺസിനായിരിക്കുമല്ലോ, ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുന്നവര്. ഓക്സിഡേഷൻ നടക്കുന്ന എപ്പോഴും ആ ഒരു ആറ്റത്തിനായിരിക്കും. അപ്പൊ ഈ രീതിയിൽ ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആനോഡായിട്ടോ കാഥോഡായിട്ടോ വർക്ക് ചെയ്യും. എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? അത് കപ്പിൾ ചെയ്യുന്ന ഇലക്ട്രോഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി ആനോഡിലും കാഥോഡിലും നടക്കുന്ന റിയാക്ഷൻസ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ റിയാക്ഷൻസ് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണ്? H+ ആണ് കാഥോഡിലുള്ളതെന്ന് പറഞ്ഞു. 2H+ 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് H2 ആയിട്ട് മാറുന്നു. ഹൈഡ്രജന്റെ കേസ് നമുക്കറിയാം,
ഹൈഡ്രജൻ H+ ആയിട്ട് മാറാൻ പറ്റുള്ളൂ. ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ മതി. അപ്പൊ 2 ഇലക്ട്രോൺ കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഹൈഡ്രജൻ 2 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ H2 ഗ്യാസ് ആയിട്ട് മാറും. അവിടെ റിഡക്ഷൻ നടക്കും. ദെൻ ഇത് നടക്കുന്ന എപ്പോഴാണ്? പൊട്ടൻഷ്യൽ ഓഫ് കപ്പിൾഡ് ഇലക്ട്രോഡ് ലെസ് ദാൻ 0 ആയിരിക്കുമ്പോൾ, സിങ്ക് മഗ്നീഷ്യം ഒക്കെ പോലുള്ള മെറ്റൽസിന്റെ കേസിൽ. ഇനി ആനോഡിലാണെങ്കിലോ റിയാക്ഷൻ എന്താണ്? H2 ഗ്യാസ് ഗീവ്സ് 2H++2 ഇലക്ട്രോൺ. ഇവിടെ ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. എപ്പോഴാണ് നടക്കുന്നത്? പൊട്ടൻഷ്യൽ ഓഫ് കപ്പിൾഡ് ഇലക്ട്രോഡ് ഈസ് ഗ്രേറ്റർ ദാൻ 0. കോപ്പർ, സിൽവർ ഒക്കെ പോലെ. നമ്മുടെ ഇലക്ട്രോകെമിക്കൽ സീരീസിൽ നമ്മൾ പഠിച്ചിരുന്നു. ഹൈഡ്രജൻ നടുക്കാണ്. അപ്പൊ ഏത് മെറ്റൽ ആണെന്ന് അനുസരിച്ചിരിക്കും ഹൈഡ്രജൻ ഇലക്ട്രോഡിന് ഓക്സിഡേഷൻ നടക്കുമോ റിഡക്ഷൻ നടക്കുമോ എന്നുള്ളത്. നമ്മൾ ആദ്യം പറഞ്ഞു ആനോഡ് ആവുന്ന എപ്പോഴാ? സിങ്കോ, അലുമിനിയോ, മഗ്നീഷ്യോ ഒക്കെ പോലെ നമ്മുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറഞ്ഞ മെറ്റൽ ഇലക്ട്രോഡുകളാണ് നമ്മൾ ഹൈഡ്രജൻ, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡുമായിട്ട് കപ്പിൾ ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഹൈഡ്രജന് ഇവിടെ ആണെങ്കിൽ ഹൈഡ്രജന് റിഡക്ഷൻ നടക്കും, ഇവയ്ക്ക് ഓക്സിഡേഷൻ നടക്കും അല്ലെ. എപ്പോഴും മേളിലുള്ളവർക്കാണ് ഓക്സിഡേഷൻ നടക്കുന്നത്, അവരാണ് ആനോഡ് ആവുന്നത് നമുക്കറിയാം അല്ലെ. ഇനി ഈ താഴെയുള്ള ഏതെങ്കിലും കോപ്പർ, സിൽവർ, ഗോൾഡ്, മെർക്കുറി പോലുള്ള ഏതെങ്കിലും മെറ്റൽസുമായിട്ടാണ് ഹൈഡ്രജൻ കപ്പിൾ ചെയ്യുന്നതെങ്കിലോ ഹൈഡ്രജൻ ആണ് മേളിൽ അല്ലെ. അപ്പൊ ഹൈഡ്രജൻ ആനോഡായിട്ട് പ്രവർത്തിക്കും, ഹൈഡ്രജൻ ഓക്സിഡേഷൻ നടക്കും, മറ്റ് മെറ്റൽസിന് റിഡക്ഷൻ നടക്കും. ഓക്കെ, അപ്പോ ഇത് കണ്ടോ, ഹൈഡ്രജൻ കാഥോഡായിട്ടാണ് ഹൈഡ്രജൻ പ്രവർത്തിക്കുന്നത് എപ്പോഴാണ്? ഹൈഡ്രജന് മേളിലുള്ള മെറ്റൽസ് വരുമ്പോൾ, സിങ്ക്, മഗ്നീഷ്യം ഒക്കെ പോലെ. അങ്ങനെ ആവുമ്പോൾ നടക്കുന്ന റിയാക്ഷൻ എന്തായിരിക്കും? 2H++2 ഇലക്ട്രോൺ ഗീവ്സ് H2. അല്ലെങ്കിൽ ആനോഡിലാണെങ്കിൽ H2 ഗീവ്സ് 2H++2 ഇലക്ട്രോൺ. അപ്പൊ ഈ ഒരു റിയാക്ഷൻ ഓർത്തിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതാനേ ഉള്ളൂ, പക്ഷെ ഓർത്തിരിക്കേണ്ട കാര്യം 2H ഉണ്ട് ഇവിടെ. ഓക്കെ, 2 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ 2H ഉണ്ട്, അത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ വർക്കിംഗ് നമ്മൾ എങ്ങനെയാണ്? നമുക്ക് അറിയാത്ത ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ വേണ്ടി സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നതെന്നാണ്. അപ്പൊ നമ്മൾ സിങ്ക് റോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ സിങ്ക് റോഡ് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ഓഫ് 1 മോളാർ കോൺസെൻട്രേഷൻ നമ്മൾ എടുക്കുന്നു. ദെൻ അത് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡുമായിട്ട് കപ്പിൾ ചെയ്യുന്നു. എങ്ങനെ കപ്പിൾ ചെയ്യുന്നത്? യൂസിങ് വോൾട്ട് മീറ്റർ എക്സ്റ്റേണലി ആൻഡ് സോൾട്ട് ബ്രിഡ്ജ് യൂസിങ് ഇന്റേണലി. നമ്മൾ ഡാനിയൽ സെല്ല് പറഞ്ഞതുപോലെ തന്നെ എങ്ങനെ ഇത് കപ്പിൾ ചെയ്യുന്നത്? സിങ്ക് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ആണിത്. ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ഇലക്ട്രോഡുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന എങ്ങനെയാണ്? വോൾട്ട് മീറ്റർ യൂസ് ചെയ്താണ്. അവിടെ നമ്മുടെ കിട്ടുന്ന ആ ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും കാണിക്കും. ദെൻ സൊല്യൂഷൻസിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി സോൾട്ട് ബ്രിഡ്ജ് ഉപയോഗിക്കും. ഇനി എന്താ സംഭവിക്കുന്നത്? അപ്പോൾ സിങ്കും ഹൈഡ്രജനും ആണെങ്കിൽ ആർക്കാ ഓക്സിഡേഷൻ നടക്കുന്നത്? സിങ്ക് ആണ് മേളിൽ, സിങ്കിനാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. സിങ്ക് ആനോഡായിട്ട് പ്രവർത്തിക്കും. അപ്പോൾ നമ്മുടെ റിസൾട്ടന്റ് ആ സെല്ല് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? സിങ്ക് ഗീവ് സിങ്ക് 2+, സിങ്ക് 2+ ആദ്യം, ദെൻ H+, PT H2 പിന്നീട്. അപ്പൊ ഇതാണ് കാഥോഡിന്റെ ഒരു സെറ്റപ്പ്. ഇത് കാഥോഡാണ്, ഇത് ആനോഡാണ്. ഓക്കെ, ഇനി E0 സെൽ ഈസ് ഈക്വൽ ടു E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. നമുക്കറിയാം E സെൽ ഈസ് ഈക്വൽ ടു E കാഥോഡ് മൈനസ് E ആനോഡാണ്. ഇവിടെ കാഥോഡായിട്ട് പ്രവർത്തിക്കുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡും ആനോഡായിട്ട് പ്രവർത്തിക്കുന്നത് സിങ്ക് റോഡും അല്ലെങ്കിൽ സിങ്ക് ഇലക്ട്രോഡും ആണ്. അപ്പൊ നമുക്ക് ഈ വോൾട്ട് മീറ്ററിൽ നിന്ന് ഈ 0.76 എന്നുള്ള വാല്യൂ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു വോൾട്ട് മീറ്ററിൽ നമുക്ക് കിട്ടുന്നത്, അതായത് കണ്ടോ, ഈ ഒരു വോൾട്ട് മീറ്ററിൽ നിന്ന് ആ സെല്ലിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടും. ആ കിട്ടുന്നത് 0.76 ആണ്. അപ്പൊ അത് എത്രയ്ക്ക് ഈക്വലാണ് നമുക്കറിയാം? E0 സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് മൈനസ് E0 സിങ്ക് ആണ് നമുക്കറിയാം. അതായത് നമ്മളിപ്പോ എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങുമ്പോൾ രണ്ടിന്റെയും കൂടി വില അറിയാം. ഒരെണ്ണത്തിന്റെ വില അറിയാമെങ്കിൽ മറ്റേ നമ്മൾ കൂട്ടിയെടുക്കുമല്ലോ. അതുപോലെ ഈ വാല്യൂ നമുക്കറിയാം 0.76 ആണ് വോൾട്ട് മീറ്ററിൽ നിന്ന് കിട്ടി. ഇനി സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ 0 ആണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ സിങ്കിന്റെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചുകൂടെ? ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് സിങ്ക് ഈസ് മൈനസ് 0.76 വോൾട്ട്. സോ വോൾട്ട് മീറ്ററിൽ നിന്ന് E0 സെല്ല് കിട്ടും. E0 കാഥോഡ് 0 ആയതുകൊണ്ട് നമുക്ക് E0 ആനോഡ് ആ ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കാം. അപ്പൊ ഈ രീതിയിൽ സിങ്ക് മാത്രമല്ല ഏത് മെറ്റൽസ് ഉപയോഗിച്ച് നമുക്ക് ഈ രീതിയിൽ നമ്മുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ഏത് ഇലക്ട്രോഡ് വേണമെങ്കിലും കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഉപയോഗിക്കാൻ പറ്റും. ഇതൊരു റെഫറൻസ് ഇലക്ട്രോഡാണ്. റെഫറൻസ് നമ്മളെപ്പോഴും പറയില്ലേ, എന്തെങ്കിലും ഒന്ന് റെഫറൻസ് ആക്കി വെച്ചുകൊണ്ട് നമ്മൾ എടുക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റെഫറൻസ് ഇലക്ട്രോഡാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ഹൈഡ്രജൻ ഗ്യാസ് ആണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. റിയാക്ഷൻസ് ഓർത്തിരിക്കുക. 2H++2 ഇലക്ട്രോൺ ഗീവ്സ് H2. കാഥോഡിൽ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻസ് ഓർത്തിരിക്കുക. ആനോഡ് എപ്പോഴും എങ്ങനെയായിരിക്കും? ആനോഡിൽ ഓക്സിഡേഷൻ ആയിരിക്കും. ഇത് നിങ്ങളിത് കേട്ടിട്ടുണ്ടാവില്ല, ആനോക്സ്. അതായത് ആനോഡിൽ എന്താ നടക്കുന്നത്? ഓക്സിഡേഷൻ എപ്പോഴും നടക്കുക. അപ്പൊ പിന്നെ കാഥോഡും കൂടി പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആനോഡിൽ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോൺ വിട്ടുകൊടുക്കുക. അപ്പോൾ H2 എന്താ ചെയ്യുന്നത്? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു, അയോൺസ് ആയിട്ട് മാറുന്നു. കാഥോഡിലെ റിഡക്ഷൻ ആണ്, ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ രീതിയിലായിരിക്കും റിയാക്ഷൻസ് നടക്കുക. ഇനി
ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് അത് സെറ്റപ്പ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. പിന്നെ സൊല്യൂഷനകത്ത് റെഡ്യൂസിബിൾ സബ്സ്റ്റൻസ് ആയിട്ടുള്ള കോപ്പറോ സിൽവറോ അങ്ങനെ ഏതെങ്കിലും സൊല്യൂഷനകത്തുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല. ദെൻ പ്ലാറ്റിനം ഫോയിലിന്റെ ഒരു പോയിസണിങ്ങും ഇത് കാരണമാവും. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് നമുക്ക് അല്ലാത്ത എല്ലാ സിറ്റുവേഷൻസിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ.